അല്ല ബാക്കി നിങ്ങൾ മീഡിയ വൺ തുടക്കം മുതൽ പ്രത്യേകിച്ച് മീഡിയ വണ്ണിൻ്റെ ഭാഗത്തു നിന്ന് തുടക്കം മുതൽ എങ്ങനെ BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തണം എന്നതായിരുന്നു നിങ്ങളുടെ ഓരോ ചോദ്യങ്ങളും നിങ്ങളുടെ ഓരോ റിപ്പോർട്ടിങ്ങും. പക്ഷേ മാധ്യമ പ്രവർത്തകരോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഞാൻ ഒരു ചോദ്യം എന്ന് പറയുകയും അത് 4ഉം 5ഉം ചോദ്യമാക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഈ ഡീൽ വിവാദത്തെ കൊണ്ടുവരണം എന്നുള്ളതാണ് താല്പര്യം. നിങ്ങൾക്ക് ഈ കോട്ടയം അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലകളിലൊക്കെ BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു. അതിനിടയ്ക്കാണ് ഇപ്പോൾ FCRI നിയമ ഭേദഗതി വരുന്നത്. സ്വാഭാവികമായിട്ട് എല്ലാ ക്രിസ്ത്യൻ ഈ സംഘടനകളും അതോടൊപ്പം തന്നെ ഈ ബിഷപ്പുമാർ ഉൾപ്പെടെ ഉള്ളവർ ഞാനിപ്പോൾ ഒരു 1-2 ആളുകളുമായിട്ട് ഞങ്ങളിപ്പോൾ സംസാരിക്കുന്ന ഒരു മീറ്റിംഗ് അകത്ത് നടക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ ഒരു ചോദ്യം ചോദിക്കുമെന്ന് പറഞ്ഞ് സമയമില്ലാത്ത സമയത്താണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. അല്ല ബാക്കി നിങ്ങൾ മീഡിയ വൺ തുടക്കം മുതൽ പ്രത്യേകിച്ച് മീഡിയ വണ്ണിൻ്റെ ഭാഗത്തു നിന്ന് തുടക്കം മുതൽ എങ്ങനെ BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തണം എന്നതായിരുന്നു നിങ്ങളുടെ ഓരോ ചോദ്യങ്ങളും നിങ്ങളുടെ ഓരോ റിപ്പോർട്ടിങ്ങും. പക്ഷേ മാധ്യമ പ്രവർത്തകരോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഞാൻ ഒരു ചോദ്യം എന്ന് പറയുകയും അത് 4ഉം 5ഉം ചോദ്യമാക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഈ ഡീൽ വിവാദത്തെ കൊണ്ടുവരണം എന്നുള്ളതാണ് താല്പര്യം. നിങ്ങൾക്ക് മാത്തൂരിലേക്ക് യാത്ര ചെയ്യാൻ വയ്യ, അവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് പിരായിരിയിലേക്ക് ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് എന്താണ് അത് ഞാൻ പത്രസമ്മേളനം വിളിച്ച് മാധ്യമപ്രവർത്തകരോട് പറയും. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ഉത്തരം കിട്ടാനായിട്ട് ചോദ്യങ്ങൾ ചോദിക്കണം എന്നുള്ള ഷഡ്യം വേണ്ട. കാരണം എല്ലാ മാധ്യമങ്ങൾക്കും കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം മീഡിയ വണ്ണുമായി സംസാരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ. അകത്ത് മീറ്റിംഗ് നടക്കുകയാണ്, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം എന്ന് പറഞ്ഞ് നിങ്ങൾ 5ഉം 6ഉം ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതിൻ്റെ ഉദ്ദേശശുദ്ധിയൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധമൊക്കെ എനിക്കുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്കിവിടെ നിർത്താം. തൽക്കാലം ഇവിടെ നിർത്താം. പിന്നെ ബാക്കി കാര്യങ്ങൾ പത്രസമ്മേളനത്തിൽ പറയാം. എന്തായാലും ഈ ശോഭാ സുരേന്ദ്രൻ അവരുടെ ഈ പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. FCRI ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നിലവിൽ മറുപടി പറയുന്നില്ലെന്നാണ് അവർ പറയുന്നത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ വൺ, പാലക്കാട്.